നമ്മുടെ മോഹൻ ഭാഗവത്ജിയുടെ പ്രസ്താവന ഇടയ്ക്കിടെ വരും. ആ ഇടയ്ക്കിടെ വരുമ്പോൾ വലിയ ആവേശപൂർവ്വം, ആഘോഷപൂർവ്വം, സന്തോഷപൂർവ്വം നമ്മളൊക്കെ വായിക്കും. അദ്ദേഹം പറയുന്ന ജനിതകഘടനയെക്കുറിച്ചും മറ്റുമൊക്കെ പണ്ട് പ്രസ്താവനകൾ നടത്തി. മുസ്ലിങ്ങളും ഹിന്ദുക്കളാണെന്നും അവരുടെ രക്തം തന്നെയാണ് നമ്മളെന്നും അതുകൊണ്ട് നമ്മളാരും ദേവാലയങ്ങളും അത്തരം കാര്യങ്ങളുമൊന്നും പൊളിക്കാനും കുഴിക്കാനും ഒന്നും നടക്കരുതെന്നും ഒക്കെ അദ്ദേഹം പ്രസ്താവന നടത്തിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് പോലെ ബോധപൂർവമോ അല്ലാതെയോ ഒഴുകി അങ്ങ് പോവും. സാമൂഹ്യ വിരുദ്ധ ഹിന്ദുത്വ നിലപാടുകാർ വീണ്ടും കുഴിയും പണിയും ആളെക്കൊല്ലരുമായി രംഗത്തിറങ്ങും. ഇത് ഓർത്തത് ഇന്ന് അദ്ദേഹം പുതിയൊരു കാര്യം പറഞ്ഞു. അത് വേറൊന്നുമല്ല, ജനസംഖ്യയെ നിയന്ത്രിക്കരുത്, അതിനെ വിട്ടേക്കണം, ഇല്ലെങ്കിൽ പല സമൂഹങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാതാവും. അതുകൊണ്ട് കുറഞ്ഞത് 3 മുകളിലോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആ ടെസ്റ്റ് പാസ്സായി. 3 പേരാണ് എനിക്കുള്ളത്. പിന്നെ സുരേഷ് ഗോപിക്കും നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിനുമൊക്കെ ഫസ്റ്റ് റാങ്കും കിട്ടി. അവർക്ക് 5ഓ 6ഓ പേരൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പുതിയ പ്രസ്താവന ഭയങ്കര രസകരവും കൗതുകരവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ഈ മോഹൻ ഭാഗവത്ജിയാണ് സർസംഘ് ചാലക് എന്ന് പറയുന്നത്. RSSൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനീയൻ അദ്ദേഹമാണ്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും വളരെ പ്രതീക്ഷാനിർഭരമായ പല സ്റ്റേറ്റ്മെൻറ്റുകളും പറയും. അതിലെൻ്റെ മനസ്സിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഈ പറഞ്ഞ ജനിതകമായി DNA പരിശോധിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ വ്യത്യസ്ത ജാതികളും ഹിന്ദുവർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് കുറച്ചുകൂടി മര്യാദയോടെ പെരുമാറണം, അവരോട് അനാവശ്യമായി പ്രവർത്തിക്കരുത്. അത്തരം കാര്യങ്ങളൊക്കെയും വളരെ കൃത്യമായി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിൽ. അത് വലിയ പ്രാധാന്യത്തോടെ എല്ലാവരും പറഞ്ഞു. എന്നാൽ അത് പറയുമ്പോൾ ആ വർഗ്ഗഗുണവും പൈതൃകവും ബന്ധവുമൊക്കെ പറയുമ്പോൾ അവരും പ്രാർത്ഥിച്ചോട്ടെ, അവരെ അടിക്കണ്ട, അവർക്ക് വേണ്ടത് കഴിച്ചോട്ടെ, അവരെ കൊല്ലണ്ട, അവരെ ഉപദ്രവിക്കണ്ട, അവരുടെ ദേവാലയങ്ങൾ ആക്രമിക്കണ്ട, അവരുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തണ്ട എന്ന അനുബന്ധമായൊന്നും അദ്ദേഹം പറയാറില്ലെന്ന് മാത്രമല്ല, പറഞ്ഞിട്ടും കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയാത്തത്. അദ്ദേഹത്തിൻ്റെ പറയിലല്ല കാര്യങ്ങളൊന്നും നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തെ പറയിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ പുറത്തു വന്ന ഒരു പറ. ആ പറ വേറൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് ജനസംഖ്യ നിയന്ത്രിക്കരുത്, സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ജനസംഖ്യാ വർധനവ് അനിവാര്യമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനസംഖ്യ കുറഞ്ഞാൽ ആ സമുദായം ഇല്ലാതാകും. ജനനിരക്ക് 3ഓ അതിലധികമോ വേണം എന്നാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഒന്ന്, ജനസംഖ്യ ഒരു കാരണവശാലും നിയന്ത്രിക്കരുത്, പരമാവധി ഉൽപ്പാദിപ്പിക്കണമെന്നും ചില പ്രത്യേക സമുദായങ്ങളിൽ അത് കുറഞ്ഞു പോയാൽ ആ സമുദായം ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. ഏത് സമുദായമാണോ എന്നെനിക്കറിയില്ല. പ്രത്യേക സമുദായം എന്ന് പറയുന്നത് സാധാരണ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. കാരണം ഇപ്പോൾ ഇസ്ലാമോഫോബിയയുടെ കാലത്ത് അനുകൂലിക്കുന്നവർക്ക് പോലും ആ പേര് പറയാൻ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക സമുദായത്തിൽപ്പെട്ട, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിൽപ്പെട്ട എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും പ്രത്യേക സമുദായം എന്ന് പറഞ്ഞാൽ ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെന്ന് അറിഞ്ഞുകൂടാ, അവരുടെ എണ്ണവും തീരെ കുറവാണ്. അപ്പോൾ എന്തായാലും അത് ഇല്ലാതാവുമെന്നാണ് പറഞ്ഞത്. ഒപ്പം 3 പേർക്കുള്ള പച്ചക്കൊടിയും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അത്രയും വരെ പോകാമെന്നാണ് സർസംഘ് ചാലക് ജി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ അടിസ്ഥാനപരമായ ടെസ്റ്റ് പാസ്സായി. എനിക്ക് 3 മക്കളുണ്ട്. പിന്നെ 5ഉം 6ഉം ഒക്കെ ഉള്ളവർ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ റാങ്ക് കിട്ടിയവരാണ്. ഏതായാലും പുതിയ നമ്മുടെ ഏക സിവിൽ കോഡൊക്കെ കൊണ്ടുവന്ന് ഇത് നിയന്ത്രിക്കാനും ഒന്നാക്കണമെന്നും, ഇല്ലെങ്കിൽ ഇവർ പെറ്റുപെരുകി ഈ രാജ്യം പിടിച്ചെടുക്കുമെന്നും 2050 ആവുന്നതോടുകൂടി ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമെന്നും ഒക്കെ കണക്ക് കൂട്ടി ഇറക്കിയ കുറച്ച് ഞരമ്പൻ ഭീകരന്മാരുണ്ട്. അവരൊക്കെ എങ്ങനെയാണോ ഇനി ഇദ്ദേഹത്തിൻ്റെ കണക്കിനെ പരിഗണിക്കുന്നതെന്നറിയില്ല. എന്തായാലും അത് ഞാനങ്ങനെ പറഞ്ഞു, അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞെങ്കിലും അതൊന്നും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞു, അത്രമാത്രം.